നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ബോബി കൃഷ്ണ. ഞാൻ തിരുവനന്തപുരത്ത് സ്കിൻ ആർട്ട് എന്ന് പറഞ്ഞ ചർമ്മരോഗ കേന്ദ്രത്തിലെ ത്വക്ക് രോഗ വിദഗ്ധനാണ്. ഇന്ന് ഞാനിവിടെ പറയുന്നത് നമ്മുടെ ചർമ്മം വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. വേനൽക്കാല ചർമ്മരോഗങ്ങൾ. വേനൽക്കാലത്ത് നമുക്കറിയാം നമ്മൾ ഒരുപാട് വിയർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ട് കൂടും നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ചർമ്മ രോഗങ്ങളും ചില ചർമ്മ പ്രശ്നങ്ങളും കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വിയർപ്പും ചൂടും കാരണമുള്ളതാണ്. അപ്പോൾ ചൂട് കാരണമുള്ളതെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെയിൽ കാരണമുള്ള അലർജി. അതിന് പോളിമോർഫിക് ലൈറ്റ് ഇറപ്ഷൻസ് അല്ലെങ്കിൽ ഫോട്ടോഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയും. അപ്പോൾ അതായത് പലതരം കുരുക്കളായിട്ട് അല്ലെങ്കിൽ വട്ടത്തിലുള്ള പാടുകളായിട്ട് അല്ലെങ്കിൽ കൊതുകടിച്ച പാടുകളായിട്ട് ഒക്കെ ശരീരത്തിൽ ഈ വെയിൽ എക്സ്പോസ്ഡ് ആകുന്ന ഭാഗങ്ങൾ, എസ്പെഷ്യലി ടു വീലേഴ്സ് ഓട്ടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൈകളിലും മുഖത്തും കഴുത്തിലും ഒക്കെ ആയിട്ടായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവർക്ക്, ഉടുപ്പിടാതെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ ശരീരത്തിലൊട്ടും വ്യാപിക്കും. അപ്പോൾ ഇത് അസഹനീയമായ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. എസ്പെഷ്യലി രാത്രി കാലങ്ങളിലാണ് ചൊറിച്ചിലിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഈ ചൊറിച്ചിലിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും വേനൽക്കാലത്തിലെ വെയിലിൽ നിന്ന് രക്ഷ നേടാനായിട്ടുള്ള ലേപനങ്ങളും കൃത്യമായിട്ട് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മുതൽ ഒരു 10 ദിവസം കൊണ്ട് ഈ ഒരു പോളിമോർഫിക് ലൈറ്റ് ഇറപ്ഷൻ അല്ലെങ്കിൽ സൺ അലർജി നമുക്ക് മാറ്റാവുന്നതാണ്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. രണ്ടാമത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിക്ലി ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് റാഷ്, നമ്മൾ ചൂടുകുരു എന്ന് പറയുന്നത്. ചൂടുകുരു എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ വിയർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വിയർപ്പ് ശരീരത്തിൽ നിന്ന് പോകാതിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്നതാണ്. നമ്മുടെ ചർമ്മത്തിൽ ഒരുപാട് വിയർപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ എസ്പെഷ്യലി ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, നൈലോണ്, പോളിസ്റ്റർ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഈ നമ്മുടെ വിയർപ്പ് ശരീരത്തിൽ നിന്ന് ഇവാപ്രേറ്റ് ചെയ്ത് പോകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പ്രിക്ലി ഹീറ്റ്. അത് ഹീറ്റ് റാഷ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ ചൂടുകുരു എന്ന് പറയും. ഇതും ചർമ്മത്തിൽ ചുവന്ന പാടുകളായിട്ട് അല്ലെങ്കിൽ ചുവന്ന പാടുകൾ പിന്നീട് ചെറിയ പഴുത്ത പാടുകളായിട്ടും ഒക്കെ പ്രസൻറ്റ് ചെയ്യും. അസഹനീയമായ ചൊറിച്ചിലുണ്ട്. അതാണ് നമുക്കിതിൻ്റെയും ഒരു പ്രധാന ലക്ഷണം. പിന്നെ ഈ ചുമന്ന തടിച്ച കുരുക്കൾ ശരീരത്തിലുണ്ടാകുക, അത് ശരീരത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ഡ്രസ്സ് ഇടുന്ന ഭാഗങ്ങളിൽ മാത്രമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വെയിലിൻ്റെ അലർജി ഡ്രസ്സ് ഇടാത്ത ഭാഗത്തായിരിക്കും. പക്ഷേ ഈ ഹീറ്റ് റാഷ് എന്ന് പറയുന്ന വസ്ത്രം ഇടുന്ന ഭാഗങ്ങളിലായിരിക്കും കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കലാമിൻ ലോഷന് കൂടുതലായിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ശരീരത്തിൽ ഒഴിക്കുക, ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, കോട്ടൺ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ലിനൻ പോലുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ വെയിലിൽ നിന്ന് അലർജി വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെയിലത്തോട്ട് പിന്നീട് നമുക്ക് ഒരു തവണ അലർജി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വെയിലിലോട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുക, ലൂസായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, കുട പിടിക്കുക അല്ലെങ്കിൽ തൊപ്പി വയ്ക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ. പിന്നെ മൂന്നാമതായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ചൂട് കാലത്ത് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരിക. എസ്പെഷ്യലി നമ്മൾ ഒരുപാട് വിയർക്കുന്ന ആൾക്കാരിൽ ചുണങ്ങ്, വട്ടച്ചൊറി ഇത് രണ്ടും കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ ചുണങ്ങാണെങ്കിലും വട്ടച്ചൊറി ആണെങ്കിലും ചൂടുകാലത്ത് നമ്മളിപ്പം വിയർത്തുകൊണ്ടിരിക്കുന്ന അതേ വസ്ത്രം വീണ്ടും വീണ്ടും നമ്മൾ വിയർപ്പ് തങ്ങി നിന്നിട്ടുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ അതിനൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഏത് തരം ഫംഗസാണ് ഏതൊക്കെ ഭാഗത്താണ് വന്നിരിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറും. അതും ഒരു തുടക്കത്തിലേ ചികിത്സിച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റാം. പക്ഷേ പലപ്പോഴും നമ്മളിപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി സ്വയം ചികിത്സ ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ചൊറിച്ചിൽ എന്നുള്ളത് പറഞ്ഞ് ചികിത്സ എടുക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് സ്റ്റിറോയിഡ് ലേപനങ്ങൾ കാണും. ഫംഗൽ ഇൻഫെക്ഷനിൽ സ്റ്റിറോയിഡ് ലേപനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് താൽക്കാലികമായിട്ട് നമുക്ക് ആ ചൊറിച്ചിൽ നിൽക്കും എന്നുള്ളതല്ലാതെ ഇൻഫെക്ഷൻ മാറത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. പിന്നീട് നമ്മൾ വേനൽക്കാലത്ത് കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് മോക്കുരു ഇല്ലാത്ത ആൾക്കാരിൽ മോക്കുരു കുറച്ച് കൂടുതലായിട്ട് കാണുക, ശരീരത്തിൽ മോക്കുരു വരിക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് വിയർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്രവം, അതായത് സ്നേഹഗ്രന്ഥികൾ എന്ന് നമ്മൾ സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് കൂടുതലായിട്ട് നമ്മുടെ തന്നെ എണ്ണ, സെബം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ക്ലോഗ് ചെയ്യുകയും അവിടെ ഈ മോക്കുരുക്കളും വരികയും ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ കൂടുതലായിട്ട് ആക്നെ ബ്രേക്കൗട്ട്സ് അല്ലെങ്കിൽ പിമ്പിൾസ് വരാറുണ്ട് വേനൽക്കാലത്ത്. പിന്നെ ഫോളിക്കുലൈറ്റിസ്, അതായത് നമ്മുടെ രോമകൂപങ്ങളിൽ ഇൻഫെക്ഷൻ വരുന്നതിനെയാണ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞത്. പിന്നെ ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീര ഊഷ്മാവ് കൂടുന്നത് കൊണ്ട് തന്നെ ചില വൈറൽ ഇൻഫെക്ഷൻസ് കോമൺ ആയിട്ട് കാണാറുണ്ട്. എസ്പെഷ്യലി
നമുക്ക് പണ്ട് നമുക്ക് ഈ ഹെർപ്പീസ് ലേബിയാലിസ് അതായത് മച്ചം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഈ മൂക്കിൻ്റെ ഭാഗത്ത് ചുണ്ടിൻ്റെ ഭാഗത്തുമൊക്കെ തടിച്ച് വരുന്ന പാടുകളെയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് അത് കൂടുതലായിട്ട് വരാറുണ്ട്. പിന്നെ ചില വൈറൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ചിക്കൻ പോക്സ്, വേരിസെല്ല ഇങ്ങനത്തെ ഇൻഫെക്ഷൻസും ഈ വേനൽക്കാലത്താണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വേനൽക്കാലത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മ രോഗങ്ങൾ ചിലത് കൂടുതലായിട്ട് കാണാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ സോറിയാസിസ് അല്ലെങ്കിൽ എട്ടോപിക് ഡെർമറ്റൈറ്റിസ് ഓർ എക്സീമ പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് അതൊരു ട്രിഗറായിട്ട് മാറുകയും അപ്പോൾ രോഗം കൺട്രോളായിട്ടിരിക്കുന്ന ആൾക്കാരിൽ ഈ ചർമ്മ രോഗങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടാറുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേനൽക്കാലത്ത് കൂടുതലും കോട്ടൺ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ലിനൻ വസ്ത്രങ്ങൾ ലൂസായിട്ടുള്ളത് മാത്രം ധരിക്കുക. സ്റ്റൈലിന് പുറകെ പോകാതെ. കാരണം നമുക്കറിയാം നമ്മളൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ജീൻസ് പാൻറ്റ് അല്ലെങ്കിൽ സ്കിൻ ടൈറ്റൻഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് വിയർപ്പ് തങ്ങി നിൽക്കുകയും മൂക്കുരുവും ഫംഗൽ ഇൻഫെക്ഷൻസും കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയും വളരെ ഏറെയാണ്. അപ്പോൾ പിന്നെ പേഴ്സണൽ ഹൈജീൻ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സ്വയം ശുചിയായിട്ട് സൂക്ഷിക്കുക. കാരണം ഒരുപാട് വിയർക്കുക, ഒരുപാട് നമ്മുടെ ശരീരം ഒട്ടിയിരിക്കുമ്പോഴത്തേക്ക് അണുക്കൾ നമ്മുടെ ശരീരത്തിലുള്ളത് തന്നെ കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഈ കാൻഡിഡ എന്നൊക്കെ പറയുന്ന ചില തരം ഈസ്റ്റുകളുണ്ട്. അതൊക്കെ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട്. എസ്പെഷ്യലി ഫീമെയിൽസിൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്തിലൊക്കെ കാൻഡിഡിയാസിസ് കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തി ശുചിത്വം സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. വേനൽക്കാലത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വേനൽക്കാലം നമുക്ക് വളരെ നന്നായിട്ട് അതിജീവിക്കാനായിട്ട് പറ്റും. താങ്ക് യു.